കുട്ടികൾക്കുള്ള ഏറ്റവും പ്രയാസമേറിയ 3 ഡയമെൻഷൻ ജോമെട്രി എന്ന ഒരു ഭാഗമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. 3 ഡയമെൻഷൻ ജോമെട്രി ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഹയർ സെക്കൻഡറി ലെവലിലുണ്ട്. ആദ്യമായിട്ട് കുട്ടികൾ ഒരു പ്ലെയിനെ കുറിച്ച് പരിചിതമാണ്, പക്ഷേ ഒരു സ്പേസിനെ കുറിച്ച് അത്ര നല്ല പരിചിതമല്ലായിരിക്കും. ആ കുട്ടികളെ എങ്ങനെയാണ് ഒരു സ്പേസിലെ ബിന്ദു എങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടതെന്ന് ആദ്യമായിട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉപകരണം ഉപയോഗിക്കുന്നത്. ഇത് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഇവിടെ ഒരു എക്സ് അക്ഷവും അതിന് പെർപെൻഡിക്കുലറായിട്ട് വൈ അക്ഷവും അതിന് പെർപെൻഡിക്കുലറായിട്ട് ഇസഡ് അക്ഷമുണ്ട്. അങ്ങനെ 3 മ്യൂച്വലി പെർപെൻഡിക്കുലറായിട്ടുള്ള അക്ഷം ഈ സ്പേസിലുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ എക്സ് അക്ഷവും വൈ അക്ഷവും കണ്ടെയ്ൻ ചെയ്യുന്ന ഈ പ്ലെയിന് എക്സ് വൈ പ്ലെയിൻ എന്നും, എന്ന് പറഞ്ഞാൽ ഈ ഓറഞ്ച് നിറത്തിലുള്ളത് എക്സ് വൈ പ്ലെയിനും, അതുപോലെ തന്നെ എക്സും ഇസഡും അക്ഷവും ചേരുന്ന ഈ വൈറ്റ് പ്ലെയിന് എക്സ് ഇസഡ് പ്ലെയിൻ എന്നും, അതുപോലെ തന്നെ ഈ റോസ് കളറിലുള്ളത് ഇസഡും വൈയും കൂടി ചേർന്നത് വൈ ഇസഡ് പ്ലെയിൻ എന്ന് പറയുന്നു. അങ്ങനെ 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ പ്ലെയിൻസ് ഈ മൊത്തം സ്പേസിനെ 8 തുല്യഭാഗങ്ങളായിട്ട് വിഭജിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ ഭാഗമാണ് ഇവിടെ വരുന്നത്. ഈ ഓരോ ഭാഗവും രണ്ടാമത്തെ ഭാഗമാണ് ഇവിടെ വരുന്നത്, മൂന്നാമത്തെ ഭാഗം ഇവിടെ വരുന്നു, നാലാമത്തെ ഭാഗം ഇവിടെ വരുന്നു, അതിൻ്റെ അടുത്ത ഭാഗം ഇവിടെ വരുന്നു, ഇവിടെ അത് കഴിഞ്ഞുള്ള ഭാഗം വരുന്നു. അങ്ങനെ 8 ഭാഗങ്ങളായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഓരോ ഭാഗത്തിനും ഓരോ ഒക്ടന്റ് എന്ന് പറയും. അങ്ങനെ മൊത്തം 8 ഒക്ടന്റ് കാണാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ ഒക്ടന്റ് നമ്മൾ എക്സ്, ഇവിടെ ഇത് ഒറിജിൻ വൈ ഇസഡ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അങ്ങനെയുള്ള ഈ ഒക്ടന്റിൽ നമ്മൾ എക്സ് അക്ഷം ഇങ്ങോട്ട് പോസിറ്റീവായിട്ടുള്ള റിയൽ നമ്പറിനെ മാർക്ക് ചെയ്യും, അതുപോലെ തന്നെ വൈ അക്ഷത്തിൽ പോസിറ്റീവായിട്ടുള്ള റിയൽ നമ്പറിനെ മാർക്ക് ചെയ്യും, ഇസഡ് അക്ഷത്തിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള റിയൽ നമ്പറിനെ മാർക്ക് ചെയ്യും. അങ്ങനെ നമ്മൾ ഒന്നാമത്തെ ഒക്ടന്റിൽ ഒരു പോയിന്റ്, സ്പേസിലുള്ള ഒരു പോയിന്റ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് പറയുന്നു. എക്സ് അക്ഷത്തിലൂടെ 7 സെന്റിമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്തിച്ചേരും. അതിലൂടെ വൈ അക്ഷത്തിന് സമാന്തരമായിട്ട് നമ്മൾ 6 എന്ന ഡിസ്റ്റൻസ് സഞ്ചരിച്ചാൽ നമ്മൾ ഈ പോയിന്റിൽ എത്തിച്ചേരും. ആ പോയിന്റ് നമ്മുടെ എക്സ് വൈ പ്ലെയിനിലുള്ള പോയിന്റാണ്. അതുകൊണ്ട് ഇതിന് 2 കോർഡിനേറ്റ്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ ബിന്ദുവിൽ നിന്നും നമ്മൾ നേരെ മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ വൈ ആക്സിന് സമാന്തരമായിട്ട് നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒരു 8 യൂണിറ്റ് നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഈ പോയിന്റ് എത്തിച്ചേരും. അങ്ങനെ വരുമ്പോൾ ഈ പോയിന്റ് നമ്മൾ എത്തിച്ചേരാൻ വേണ്ടി എക്സ് അക്ഷത്തിലൂടെ 7 യൂണിറ്റും അതനുസരിച്ച് വൈ അക്ഷത്തിന് സമാന്തരമായിട്ട് 6 യൂണിറ്റും അതുപോലെ ഇസഡ് അക്ഷത്തിന് സമാന്തരമായിട്ട് നമ്മൾ 8 യൂണിറ്റും ചേർന്നിട്ടുണ്ട്. അങ്ങനെ ഈ ബിന്ദു നമുക്ക് 3 അളവുകളെ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഒന്ന് എക്സിന്റെ അളവുകൾ കൊണ്ടും, രണ്ടാമത് വൈയുടെ അളവുകൾ കൊണ്ടും, മൂന്നാമത് ഇസഡിന്റെ അക്ഷത്തിന്റെ അളവുകൾ കൊണ്ടും റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഈ ബിന്ദു 7, 6, 8 എന്ന ബിന്ദുവായിട്ട് ഈ ബിന്ദുവിനെ നമുക്ക് രേഖപ്പെടുത്താം. ഈ ബിന്ദുവിന് ഈ ഒറിജിനിൽ നിന്നും ഒരു അകലം ഉണ്ടായിരിക്കും. ഒറിജിനിൽ നിന്നും ഈ ബിന്ദുവിന് ഒരു അകലം ഉണ്ടായിരിക്കും. ആ അകലവും നമുക്ക് ഇതിൻ്റെ സ്കെയിൽ ഉപയോഗിച്ച് ഈ അകലം എത്രയാണെന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഒറിജിനിൽ നിന്നും ഒരു ലൈൻ നമ്മളിപ്പോൾ ഉണ്ടെങ്കിൽ ഈ ബിന്ദുവിലേക്ക് ഉണ്ടെങ്കിൽ ഈ ബിന്ദുവിലേക്ക് ഒരു ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈനിൻ്റെ ആംഗിൾ നമ്മൾ കാണുക വളരെ വിഷമകരമായിട്ടുള്ളൊരു ദൗത്യമാണ്. ഈ ലൈൻ ശരിക്കും ഈ ലൈൻ ഇവിടെ എക്സ് അക്ഷത്തിലും അതുപോലെ തന്നെ വൈ അക്ഷമായിട്ട് ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. എക്സ് അക്ഷത്തിലുള്ള ആംഗിൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പ്രൊട്രാക്ടർ കൊടുത്തിട്ടുണ്ട്, അത് 60 ഡിഗ്രി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വൈ അക്ഷത്തിലേക്കുള്ള ആംഗിൾ നമുക്ക് 60 ഡിഗ്രി ആയിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇസഡ് അക്ഷത്തിലേക്ക് നമ്മൾ ആംഗിള് 45 ഡിഗ്രി ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ എക്സ് അക്ഷത്തിലേക്ക് 60 ഡിഗ്രി, വൈ അക്ഷത്തിലേക്ക് 60 ഡിഗ്രി, ഇസഡ് അക്ഷത്തിലേക്ക് 45 ഡിഗ്രി, അങ്ങനെ 3 ആക്സിസിലേക്കും ഒരു ലൈന് കോണുകളുണ്ട്. ആ കോണുകളെ അതിൻ്റെ ഡയറക്ഷൻ കോണുകൾ എന്ന് നമുക്ക് വിളിക്കാം. അങ്ങനെ 3 കോണുകൾ കിട്ടിക്കഴിഞ്ഞാൽ ആ ഡയറക്ഷൻ കോണുകളുടെ കോസ് വാല്യൂ എടുക്കുമ്പോൾ ആ ഡയറക്ഷൻ കോണുകളുടെ കോസ് വാല്യൂ എടുക്കുമ്പോഴാണ് ഈ ലൈന് ഒരു ഡയറക്ഷൻ
കൊസൈൻസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് കുട്ടികളെ കൊടുക്കാൻ സാധിക്കുന്നത്. അങ്ങനെ എവിടെ ഒരു ലൈൻ ഇരുന്നാലും ആ ലൈന് 3 കോണുകൾ ഉണ്ടെന്നും ആ 3 കോണുകൾ ഓരോ അക്ഷത്തിലേക്കുള്ളതാണെന്നും എക്സ് അക്ഷത്തിലേക്കും വൈ അക്ഷത്തിലേക്കും ഇസഡ് അക്ഷത്തിലേക്കുള്ളതാണെന്നും അങ്ങനെ വരുമ്പോൾ അവയുടെ കോസ് വാല്യൂസിനെ ഈ ലൈൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നു. അപ്പോൾ എവിടെ ഒരു ലൈൻ ഇരുന്നാലും ആ ലൈന് ഡയറക്ഷൻ കൊസൈൻസ് ഉണ്ട്. അതിനൊരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഈ പ്ലെയിനിലാണ് ലൈൻ ഇരിക്കുന്നതെങ്കിൽ ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ടുണ്ട്. ഈ ലൈൻ ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സ് അക്ഷമായിട്ട് 30 ഡിഗ്രി ഉണ്ടാക്കുന്നു, അതേസമയം വൈ അക്ഷമായിട്ട് 60 ഡിഗ്രി ഉണ്ടാക്കുന്നു. ഇസഡ് അക്ഷമായിട്ട് ഇതിന് പെർപെൻഡിക്കുലർ ആണ്, അതുകൊണ്ട് 90 ഡിഗ്രി ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ എക്സ് വൈ പ്ലെയിനിൽ ഒരു ലൈൻ ഇരുന്ന് കഴിഞ്ഞാൽ എക്സ് ആക്സുമായിട്ട് 30 ഡിഗ്രി ഉണ്ടാക്കും, വൈ ആക്സുമായിട്ട് 60 ഡിഗ്രി ഉണ്ടാക്കും, ഇസഡ് ആക്സുമായിട്ട് 90 ഡിഗ്രി ഉണ്ടാക്കും. അവയുടെ കോസ് വാല്യൂസ് എടുത്തു കഴിഞ്ഞ് അവ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞ് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും 1 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എവിടെ ലൈൻ ഇരുന്നാലും അവയുടെയൊക്കെ കോസ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ കൊസൈൻസിന്റെ സ്ക്വയറുകളുടെ സം ചെയ്ത് കഴിഞ്ഞാൽ 1 എന്നുള്ളൊരു ജനറൽ കൺസെപ്റ്റിലേക്ക് നമ്മൾ കുട്ടികളെ നയിക്കാനായിട്ട് ഈ ഒക്ടന്റ് മോഡൽ നമുക്ക് സഹായിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട CO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് പാരലൈൻസ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഒരു ലൈൻ ഇവിടെ ഉണ്ടെങ്കിൽ അതിന് പാരലായിട്ട് നമുക്ക് 2 പാരൽ ലൈൻ ഉണ്ടെന്ന് ഇതിനകത്ത് കാണിക്കാൻ സാധിക്കും. ഇവിടെ ഈ 2 ലൈനും പാരലാണ്. ആ പാരൽ ലൈൻ ആകുമ്പോൾ അതൊരു പ്ലെയിനിലൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കുട്ടികൾക്ക് അങ്ങനെയുള്ള കൺസെപ്റ്റ്. അപ്പോൾ പാരൽ ലൈൻസിൻ്റെ കൺസെപ്റ്റ്. മൂന്നാമതായിട്ട് നമ്മൾ ഇവിടെ വരുന്നത് പാരലൽ അല്ലാത്തതും എന്നാൽ ഇന്റർസെക്റ്റ് ചെയ്യാത്തതുമായ ലൈൻസ് സ്പേസിലുണ്ട്. 2 ലൈൻസ് നമ്മൾ പ്ലെയിനിലാണെങ്കിൽ ഒന്നുകിൽ 2 ലൈൻസ് പാരലായിരിക്കും, അല്ലെങ്കിൽ 2 ലൈൻസ് ഇന്റർസെക്റ്റ് ചെയ്യും. പക്ഷേ സ്പേസിൽ അതല്ല, ലൈൻ പാരലും ആകിയല്ല, അവ ഇന്റർസെക്റ്റും ചെയ്യല. അത്തരം ചില ലൈനുകളുണ്ട്, അതിനെയാണ് സ്ക്യൂ ലൈൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ സ്പേസിൽ 2 സ്ക്യൂ ലൈൻസ് ആണ്, ഒന്ന് ഈ ലൈനും ഒന്ന് ഈ ലൈനും. ഇതും പാരലല്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുമായിട്ടുള്ള ഡിസ്റ്റൻസ് പല ഇതിലും വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ഇതൊരു പാരലല്ല. ഇവ തമ്മിൽ ഒരിക്കലും സംഗമിക്കുന്നുമില്ല. അപ്പൊ ഈ 2 ലൈനിന് നമ്മൾ സ്ക്യൂ ലൈൻസ് എന്ന് പറയും. അപ്പോൾ സ്ക്യൂ ലൈൻസിന്റെ കൺസെപ്റ്റ് നമുക്ക് ഇതിനനുസരിച്ച് കൊടുക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ആ സ്ക്യൂ ലൈൻസിന് തമ്മിൽ ഒരു ചെറിയ ഏറ്റവും കുറഞ്ഞ ദൂരമുള്ളതുണ്ട്, അതിന് പറയുന്ന പേര് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഇവിടെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സ്ക്യൂ ലൈനും രണ്ടാമത്തെ സ്ക്യൂ ലൈനും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് ആദ്യത്തെ സ്ക്യൂ ലൈനിലേക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും, അതേസമയം രണ്ടാമത്തെ സ്ക്യൂ ലൈനിലേക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്ക്യൂ ലൈൻസിന്റെ കൺസെപ്റ്റ് കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കും. അതുപോലെ ഇനി മറ്റൊരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ ഒന്നാമത്തെ ഒക്ടന്റിൽ ഒരു ബോക്സ് വെച്ച് കഴിഞ്ഞാൽ ആ ബോക്സിന്റെ ഒറിജിനിൽ നിന്ന് ഒരു ലൈൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ബിന്ദു നമുക്ക് ഇവിടെ നോക്കി ഈ ബോക്സിൽ നോക്കിയിട്ട് ബോക്സിന്റെ ഓരോ ബേസിനനുസരിച്ച് എക്സ് ആക്സിസ്, അതുപോലെ തന്നെ ബോക്സിന്റെ കറസ്പോണ്ടിങ് അടുത്ത ബേസ്മെന്റ് ആയിട്ട് വരുന്നത് വൈ ആക്സിസ്, ബോക്സിന്റെ ഹൈറ്റ് ആയിട്ട് വരുന്നത് ഇസഡ് ആക്സിസ്. അങ്ങനെ ഈ ഒരു പോയിന്റ് നമുക്ക് ഈ ബോക്സിന്റെ 3 അളവുകളായിട്ട് പറഞ്ഞ് ഈ പോയിന്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഉള്ളിൽ 3 ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല 3 ട്രയാങ്കിൾ. അതേസമയം നമ്മൾ ഈ ലൈൻ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ട്രയാങ്കിളിനെ കാണാൻ സാധിക്കും. ആ ട്രയാങ്കിൾ ഒന്ന് എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ട്രയാങ്കിൾ, ഒന്ന് വൈ ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ട്രയാങ്കിൾ, ഒന്ന് ഇസഡ് ആക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ. അങ്ങനെ 3 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്ക് ഈ ബോക്സിൽ ഈ ലൈന് കാണാൻ സാധിക്കും. അത് നമുക്ക് ഇതിൻ്റെ ഈ ഡിസ്റ്റൻസ് കാണാനും അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് കാണാനും നമുക്ക് വളരെയധികം സഹായിക്കുന്ന ഒരു കൺസെപ്റ്റാണ്. അത് ഈ ബോക്സ് ഉപയോഗിച്ച് നമുക്കിതിനെ കണ്ടെത്താം. മറ്റൊരു പ്രധാനപ്പെട്ട ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്പേസിൽ ഒരു പ്ലെയിൻ എങ്ങനെ വരും, ആ പ്ലെയിൻ എങ്ങനെ നിൽക്കും. ആ പ്ലെയിൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒറിജിനിൽ നിന്നൊരു ഡിസ്റ്റൻസ് എടുക്കുകയാണ്. ഇതൊരു പ്ലെയിനാണ്. ഇപ്പോൾ ഇത് കാണുന്നത് നമ്മൾ ഈ ഒരു പ്ലെയിനാണ്. ഇപ്പം ഇവിടെ ഒരു പ്ലെയിൻ നിൽപ്പുണ്ട്. നമുക്ക് ഈ ഒരു പ്ലെയിൻ നമ്മൾ കാണുന്നുണ്ട്. ഈ പ്ലെയിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് ഒറിജിനിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് വരുന്നുണ്ട്. ആ ഡിസ്റ്റൻസും ഈ പ്ലെയിനുമായിട്ട് 90 ഡിഗ്രിയാണ് ഉണ്ടാക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആ ഒറിജിനിൽ നിന്ന് വരുന്ന ഡിസ്റ്റൻസ് ഈ പ്ലെയിൻ 90 ഡിഗ്രി ആകുമ്പോൾ ഇതിന് പെർപ്പൻഡിക്കുലർ എന്ന് പറയും. ഇവിടെ 3 ഡയമെൻഷൻ ജോമെട്രിയുടെ കൺസെപ്റ്റ് പെർപ്പൻഡിക്കുലർ എന്നതിന് ഉപരിയായിട്ട് നോർമൽ എന്ന് പറയും. അപ്പോൾ ഒറിജിനിൽ നിന്നും നോർമൽ ഉണ്ടെങ്കിൽ, ഒരു നോർമൽ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പ്ലെയിൻ ഉണ്ടാകും. ഈ ഒറിജിനിൽ നിന്ന് ഇവിടെയാണ് വരുന്നതെങ്കിൽ വേറൊരു പ്ലെയിനാണ് ഉണ്ടാകുന്നത്. അതേ ഡിസ്റ്റൻസിലുള്ള വേറൊരു പ്ലെയിൻ ഉണ്ടാകും. ഇങ്ങോട്ട് മാറിയാൽ വേറെ പ്ലെയിൻ ഉണ്ടാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒറിജിനിൻ്റെ ഒരേ അകലത്തിൽ ഒന്നിൽ കൂടുതൽ പ്ലെയിൻസ് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ആ പ്ലെയിൻസ് ഒന്നിൽ കൂടുതൽ പ്ലെയിൻസ് അതേസമയം ഒരു സ്ഥലത്താണ് ഇത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പ്ലെയിൻ മാത്രമേ കാണൂ. അപ്പോൾ ഒറിജിനിൽ നിന്ന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വെച്ചിട്ട് ഒരു പ്ലെയിൻ മാത്രമേ ഉള്ളൂ എന്നുള്ള കൺസെപ്റ്റ്. ആ കൺസെപ്റ്റ് അനുസരിച്ച് പ്ലെയിൻ്റെ ഇക്വേഷൻ നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കും. അതിനനുയോജ്യമായിട്ടുള്ള ഒരു പോയിന്റ് എടുക്കുന്നു, നമ്മൾ ജനറൽ പോയിന്റ് എടുക്കുന്നു, ഒരു ഫിക്സഡ് പോയിന്റ് എടുക്കുന്നു. അതുകൊണ്ട് വെക്ടർ എ പി ഉണ്ടാക്കുന്നു, ഈ നോർമൽ പെർപെൻഡിക്കുലർ ആണെന്ന് കാണിക്കുന്നു. അങ്ങനെ ആ പെർപെൻഡിക്കുലറും ഈ വെക്ടറും നോർമലും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഈ വെക്ടർ ഡോട്ട് നോർമൽ വെക്ടർ ഈസ് ഈക്വൽ ടു 0 എന്നൊരു കൺസെപ്റ്റ് ഉപയോഗിച്ച് നമ്മൾ പ്ലെയിൻ്റെ ഇക്വേഷൻ കുട്ടികളെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ലേണിംഗ് എയ്ഡ്സ് നമുക്ക് ഉപയോഗിക്കാം. ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ്റെ വർക്കിംഗ് മോഡലാണ് സിസ്റ്റർ ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. സിസ്റ്റർ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഒരു ന്യൂട്രോൺ വന്ന് യുറേനിയം 235 ന്യൂക്ലിയസ് ഇടിക്കുമ്പോൾ ഈ യുറേനിയം ആറ്റം വിഭജിക്കപ്പെടുകയും കൂടുതൽ ന്യൂട്രോണുകൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ ന്യൂട്രോണുകൾ അടുത്തടുത്തുള്ള യുറേനിയം ആറ്റങ്ങളിൽ വന്നിടിക്കുകയും വീണ്ടും നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉണ്ടാകുകയും എനർജി റിലീസ് ചെയ്യുകയും ചെയ്യും. അതിൻ്റെ വർക്കിംഗ് മോഡലാണിത്. നമ്മൾ ഈ ന്യൂട്രോൺ കടത്തിവിടുമ്പോൾ അടുത്തടുത്തുള്ള യുറേനിയം ആറ്റത്തിൽ വന്നിടിക്കുകയും കൂടുതൽ ന്യൂട്രോൺസ് ഉണ്ടാകുന്നതോടൊപ്പം എനർജി ഒത്തിരിയേറെ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സാധാരണമായിട്ട് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഉപയോഗിക്കാതെ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഒരു ഇലക്ട്രോഡിനെ സ്റ്റാൻഡേർഡായി എടുത്തിട്ട്, ഇവിടെ ഞാൻ എടുക്കുന്നത് കോപ്പർ ഇലക്ട്രോഡാണ്. കോപ്പർ ഇലക്ട്രോഡിനെ സ്റ്റാൻഡേർഡായിട്ട് എടുത്തിട്ട് മറ്റേതെങ്കിലും ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്ന ഒരു വിധമാണ് ഇവിടെ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കോപ്പറും സിങ്കും ഇലക്ട്രോഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലും സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലും ഡിപ്പ് ചെയ്യുന്നു. ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നാം ഇതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ മെഷർ ചെയ്യുകയാണ്. ഇപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന വാല്യൂ ഒരു സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ആണ്. ആ വാല്യൂ നാം കോപ്പറിൻ്റെ സ്റ്റാൻഡേർഡായി ഉപയോഗിച്ച കോപ്പറിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലുമായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഏത് ഇലക്ട്രോഡാണ് SH ഉപയോഗിക്കാതെ തന്നെ ഏത് ഇലക്ട്രോഡാണ് നമുക്ക് റിക്വയർമെൻറ്റ് അതിൻ്റെ പൊട്ടൻഷ്യൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ മൾട്ടിമീറ്ററിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ ഉപയോഗിച്ച് അതിനെ കോപ്പറിൻ്റെ സ്റ്റാൻഡേർഡ് വാല്യൂ നമുക്ക് ടെക്സ്റ്റുകളിലെല്ലാം സാധാരണ ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട്. അതിൽ നിന്ന് സ്റ്റാൻഡേർഡ് വാല്യൂ എടുത്ത് നമുക്ക് അതിലൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കിട്ടേണ്ട റിക്വയർഡ് ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ ഞാൻ അവതരിപ്പിക്കുന്ന മറ്റൊരു വിഷയം ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും റേറ്റ് ഓഫ് റിയാക്ഷനും കണ്ടുപിടിക്കാനുള്ള ഒരു പരീക്ഷണമാണ്. ഇത് സാധാരണ +2 ക്ലാസ്സുകളിൽ ചെയ്ത് കാണിക്കാത്ത ഒരു പരീക്ഷണമാണ്. എങ്കിലും കൊളോയിഡൽ സൾഫർ ഫോം ചെയ്യുന്ന ആ ടൈം റിക്വയർഡ് ഫോർ കൊളോയിഡൽ സൾഫർ ഫോർമേഷൻ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് റേറ്റ് ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ്. ഇത്തരത്തിലുള്ളൊരു ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ആവറേജ് ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഓഫ് ദ റിയാക്ഷൻ ക്യാൻ ബി മെഷേർഡ്.